ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ കാനഡയിൽ വന്നിട്ട് 6 വർഷമായി. ഞാനിപ്പോൾ ഒരു കനേഡിയൻ സിറ്റിസൺ ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ അതാണ് എൻ്റെ ഇൻട്രോ. നിങ്ങൾ എന്നെ നേരത്തെ വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയ ജസ്റ്റിൻ ട്രൂഡോ ഇമിഗ്രേഷനെ പറ്റിയിട്ട് ഒരു 7 മിനിറ്റ് ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ 7 മിനിറ്റ് വീഡിയോ ഞാൻ കണ്ടിട്ട് അതിലുള്ള ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ ഇന്ന് ആ വീഡിയോ ഇരുന്ന് കണ്ടു. ഞാൻ എൻ്റെ നോട്ട്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഓൾഡ് സ്കൂളാണ് ഗായ്സ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിൽ നോക്കിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത് ഇപ്പൊ ഇമിഗ്രേഷൻ ഔട്ട് ഓഫ് ഹാൻഡ്സ് ആയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു റീസൺ ബാഡ് ആക്ടേഴ്സ് ആണ്. ബാഡ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ജസ്റ്റിൻ ട്രൂഡോ ഉദ്ദേശിക്കുന്ന ബിഗ് കോർപ്പറേഷൻസ് ആണ്. അതായത് 2020 കോവിഡ് ആയിരുന്ന സമയത്ത് കാനഡയിൽ ഒരു ലേബർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ആ ലേബർ ഷോർട്ടേജ് കുറയ്ക്കാനായിട്ട് ഓരോ പ്രൊവിൻസസിലെ പ്രൊവിൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയിൽ നമുക്ക് സ്റ്റേറ്റ്സ് ഉള്ള പോലെയാണ് ഇവിടെ പ്രൊവിൻസ്. ഇവിടെ 10 പ്രൊവിൻസ് ഉണ്ട്. അപ്പൊ പ്രൊവിൻസസിലെ പ്രീമിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പോലത്തെ ഒരു പൊസിഷനാണ്. പ്രീമിയേഴ്സ് ചെന്ന് ഫെഡറൽ ഗവൺമെന്റ്, അതായത് കാനഡയിലെ സെൻട്രൽ ഗവൺമെന്റിനാണ് അവരൊരു ഫെഡറൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആ ഗവൺമെന്റിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇവിടെ ലേബർ ഷോർട്ടേജ് ഉണ്ട്, ആ ലേബർ ഷോർട്ടേജ് നികത്താനായിട്ട് നിങ്ങൾ ഇമിഗ്രേഷൻ കൂട്ടണം. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന കാര്യമാണ്. അപ്പൊ ഫെഡറൽ ഗവൺമെന്റ് എന്ത് ചെയ്തു, അതനുസരിച്ച് ഇമിഗ്രേഷൻസിന്റെ നമ്പർ കൂട്ടി. അപ്പോ ഇതിൽ ബാഡ് ആക്ടേഴ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയില് പല ബിഗ് കമ്പനീസും ഈ ഇമിഗ്രൻസിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവരിവിടെ കൊണ്ടുവന്നു. പക്ഷെ ആക്ച്വലി ആവശ്യമുള്ള സ്കിൽ സെറ്റ്സ് ഉള്ള ആൾക്കാരെ അല്ല കൊണ്ടുവന്നു. ബട്ട് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ അതിനെയാണ് ഇവിടെ ബിഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവരിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇമിഗ്രേഷന്റെ നമ്പർ കൂടി, അവർക്ക് ഇമിഗ്രേഷന്റെ നമ്പർ കൂടിയതിനനുസരിച്ച് ഡിമാൻഡ്സ് ലൈക്ക് അവരുടെ ആ ഡിമാൻഡ് കൂടിയതിനനുസരിച്ച് സപ്ലൈസ് ഇല്ല. ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. ഒത്തിരി ആൾക്കാർ ഇമിഗ്രേഷന്റെ എഗെയിൻസ്റ്റ് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവര് ഇമിഗ്രൻസിന്റെ നമ്പർ റെഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇതില് അദ്ദേഹം പറയുന്നത് ഇമിഗ്രേഷൻ 2 ടൈപ്സ് ആണ്. ഒന്ന് പെർമനന്റ് റെസിഡൻസി, അതായത് കാനഡയിൽ ആവശ്യമുള്ള ജോബ്സിന് വേണ്ടിയിട്ട് അവർ പെർമനന്റ് ആയിട്ട് റെസിഡൻസിനെ കൊണ്ടുവരുന്നതാണ് PR ഓപ്ഷൻ ആയിട്ട് വരുന്നത്. രണ്ടാമത് അവർ പറയുന്നത് ടെമ്പററി റെസിഡൻസ്, ടെമ്പററി വർക്കേഴ്സ് അല്ലെങ്കിൽ ടെമ്പററി ഇമിഗ്രൻസ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ ജോലിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ റിട്ടേൺ അവരുടെ കൺട്രിയിൽ പോകുന്ന രീതിയിലാണ് ടെമ്പററി വർക്കേഴ്സിനെ കൊണ്ടുവരുന്നത്. ഈ ടെമ്പററി സ്ട്രീമിന്റെ അണ്ടറിൽ വരുന്നതാണ് സ്റ്റുഡന്റ് വിസ. ബിക്കോസ് സ്റ്റുഡൻസ് ഇവിടെ വരുന്നത് പഠിക്കാനായിട്ടാണ്. പഠിച്ചു കഴിഞ്ഞ് അവര് തിരിച്ചു പോകുന്ന ഒരു രീതിയിലാണ് ടെമ്പററി സ്റ്റുഡന്റ് വിസ പ്രോഗ്രാമും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിബറൽ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം ഇവിടെ സ്റ്റുഡൻസ് വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. യു ക്യാൻ ഗെറ്റ് എ ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എനിവെയർ ഇൻ ദ വേൾഡ്. പീപ്പിൾ ആർ കമ്മിങ് ടു കാനഡ. ഈ റീസൺ എന്തുകൊണ്ടാണ്? അവർക്ക് PGWP കിട്ടും. PGWP കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. PR-ന് അപ്ലൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കനേഡിയൻ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ ആരും വരുന്നില്ല എന്നുള്ളത് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ഇപ്പോ പറയുന്നത് ഇവിടെ വന്ന ആൾക്കാർ മോസ്റ്റ്ലി ദേ ആർ സപ്പോസ് ടു ഗോ ബാക്ക്, അല്ലെങ്കിൽ ദേ ആർ സപ്പോസ് ടു ഗോ ബാക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആൻഡ് ഐ ഡോണ്ട് അഗ്രി വിത്ത് വാട്ട് ഹി സെഡ് ദെയർ. ബിക്കോസ് ആ ഒരു മേജർ അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും ഉണ്ട്, ഈവൻ ഇവിടുത്തെ ആൾക്കാർക്കും ഉണ്ട്, അവർക്ക് വന്ന സ്റ്റുഡൻസിനും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് പെട്ടെന്ന് വന്നിട്ട് ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ ആ പുള്ളി പറഞ്ഞതിൽ ഐ ഡോണ്ട് അഗ്രി വിത്ത് ഇറ്റ്. ഓക്കെ, ശരിയാണ്. ഇപ്പൊ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാൻ വരുമ്പോഴത്തേക്കും അവർ എഴുതി കൊടുക്കുന്നുണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നുള്ളത്. പക്ഷെ എത്ര പേര് പോകുന്നുണ്ട്? ഇത്രയും നാൾ ഇവിടെ വന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ തിരിച്ചു പോയിട്ടുണ്ടോ? അപ്പൊ ഇവർക്ക് പുറകിലുള്ള ഒരു ഡേറ്റ എടുത്ത് നോക്കിയാൽ പോരെ അറിയാനായിട്ട്? അപ്പൊ ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. ഓക്കെ, അതിനുശേഷം ജസ്റ്റിൻ ട്രൂഡോ അതിൽ പറയുന്നത് ഇപ്പോ ഈ ഒരു റീസൺ കൊണ്ടാണ് അവർ ഈ ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻസ് എന്നും പറഞ്ഞുള്ള ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നേക്കണേ. അപ്പൊ അതിൽ അവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇങ്ങോട്ട് വരാനുള്ള ആൾക്കാരുടെ നമ്പേഴ്സ് കുറയ്ക്കാൻ പോവുകയാണ്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരിൽ ടെമ്പററി ഇമിഗ്രൻസിനെയും പെർമനന്റ് ഇമിഗ്രൻസിനെയും സിറ്റിസൺഷിപ്പിലായിട്ടുള്ള പാത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോ അതില് അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PR ഓൺലി ഫോർ ലൈക്ക് ഹെൽത്ത് കെയർ ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കിനുള്ള പെർമനന്റ് റെസിഡൻസിനെയാണ് അവർ കൊണ്ടുവരുന്നുള്ളൂ. പിന്നെ ഇവിടെയുള്ള ടെമ്പററി വർക്കേഴ്സിൽ നിന്ന് അവർക്ക് എത്ര പേരെ PR ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ നോക്കാൻ പോകുന്നുണ്ട്. പിന്നെ അതിൽ മേജർ ആയിട്ട് മെൻഷൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയുള്ള ചില ടെമ്പററി റെസിഡൻസും സ്റ്റുഡന്റ് വിസ ആപ്ലിക്കൻസും അസൈലം ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. അതായത് അസൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു കൺട്രിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഒന്നില്ലെങ്കിൽ അവിടെ യുദ്ധം നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഭയങ്കര പോവേർട്ടി ആയിരിക്കും. ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷൻസിലുള്ള ആൾക്കാരാണ് അസൈലം സീക്ക് ചെയ്യുന്നത്. അപ്പൊ അസൈലം സീക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ് 25 വർഷത്തേക്ക് നമുക്ക് തിരിച്ച് നമ്മുടെ കൺട്രിയിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുണ്ട് റെഫ്യൂജി അല്ലെങ്കിൽ അസൈലം സീക്കേഴ്സിന്. അപ്പോ അല്ലെങ്കിൽ അവിടുത്തെ യുദ്ധം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർ തിരിച്ചു പോകണം എന്നുള്ള രീതിയിലാണ് അങ്ങനെയുള്ള ആൾക്കാരെ ഒരു കൺട്രി സ്വീകരിക്കുന്നത്. അങ്ങനെ 14,000 പേരാണ് അസൈലം സീക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 14,000 കേസും അവരെടുത്ത് നന്നായിട്ട് പരിശോധിക്കും. മോസ്റ്റ്ലി ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഐ തിങ്ക് അത് ഡിനൈ ആവാനേ ചാൻസസ് ഉള്ളൂ. ബിക്കോസ് അവര് അസൈലം സീക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇസ് നോട്ട് എ വാർ ടോൺ കൺട്രി, ഇന്ത്യ ഇസ് എ ഡെവലപ്പിംഗ് കൺട്രി. അപ്പോൾ അവർ മിക്കവാറും തിരിച്ചു പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അഗൈൻ ഞാനല്ല ഇമിഗ്രേഷൻ കൺട്രോൾ ചെയ്യുന്നത്, ഇറ്റ്സ് പീപ്പിൾ ഹൂ വർക്ക് ഇൻ ദാറ്റ് സെക്ടർ. അപ്പൊ അവരാണ് അത് ഡിസൈഡ് ചെയ്യേണ്ടത്. പക്ഷെ എന്നാലും അതിനെ പറ്റിയിട്ട് പ്രൈം മിനിസ്റ്റർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതിൽ ഇവർ പറയുന്നുണ്ട് ഇമിഗ്രൻസ് വന്നതുകൊണ്ടാണ് റിസഷൻ അവര് അവോയ്ഡ് ചെയ്തതെന്നും പിന്നെ അതുപോലെ തന്നെ പുതിയ ഇമിഗ്രൻസ് വന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് ആ സമയത്ത് ലേബർ ഷോർട്ടേജസ് ഒക്കെ ഫിൽ ചെയ്തതെന്നും പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമിഗ്രേഷൻസിൽ ഫ്ലോസ് ഉണ്ടായിരുന്നു, നമ്മൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അടുത്ത സെന്റൻസ് ഈ ബാഡ് ആക്ടേഴ്സിന്റെ തലയിലാണ് ഇടുന്നത്. സോ ഐ ഡോണ്ട് നോ, ലൈക്ക് അക്കൗണ്ടബിലിറ്റി എടുക്കുകയാണെങ്കിൽ ഫുള്ളി അക്കൗണ്ടബിലിറ്റി എടുക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഇടുന്ന ഒരു പ്രവണത ആവരുതെന്നുണ്ട്. സോ ഈ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും ചില പോയിന്റ്സിനോട് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അതിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം സത്യമായിട്ടൊരു കാര്യമാണ്. പല കമ്പനീസും ബിഗ് കോർപ്പറേഷൻസും ചീപ്പ് ലേബേഴ്സിനെ ഇമിഗ്രേഷൻ വഴി കിട്ടണതുകൊണ്ട് കനേഡിയൻസിനെ ഹയർ ചെയ്യൽ നിർത്തിയായിരുന്നു. ഇത് ഞാൻ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പല ബാങ്ക്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ജോബിന്. എനിക്ക് ഒരു ഇന്റർവ്യൂ കോൾ പോലും വന്നിട്ടില്ല. ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്, ഫൈനാൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് എൻ്റെ മേജർ. ഓക്കെ, ശരിയാണ്, എനിക്കൊരു ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് ആ ജോബിൽ വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ബാങ്ക്സ് എല്ലാം എപ്പോഴും ഹയർ ചെയ്തുകൊണ്ടിരുന്നത് പാർട്ട് ടൈം സ്റ്റുഡൻസിനെയാണ്. ഓക്കെ, അത് is something that I don't agree with, because കനേഡിയൻസിനെയാണ് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് ഞാനും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ദെയർ കൺട്രി. ടെമ്പററി ആയിട്ട് വരുന്ന ആൾക്കാർക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റുഡൻസിനെ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് പറ്റും. അതുപോലെ തന്നെ അവർക്ക് കനേഡിയൻസിന് കൊടുക്കേണ്ട അത്രയും സാലറി കൊടുക്കണ്ട, അവർക്ക് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് കൊടുക്കണ്ട. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കനേഡിയൻസിനെ ഹയർ ചെയ്യാണ്ടിരിക്കണേ എന്നുള്ള ഒരു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. ആ മൾട്ടിനാഷണൽ കമ്പനിയുടെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു നോൺ ഡിസ്ക്ലോഷർ ഇത് സൈൻ ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ ആ കമ്പനിയിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് ഒത്തിരി ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയും ഒത്തിരി ടെമ്പററി റെസിഡൻസിനെയും അവര് ഹയർ ചെയ്തായിരുന്നു. ഓക്കെ, ഹയർ ചെയ്തതിൽ പ്രോബ്ലം ഇല്ല. ഓക്കെ, പക്ഷെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കനേഡിയൻ എംപ്ലോയീസിനെ അത് കഴിഞ്ഞിട്ട് മറ്റേ പട്ടിയുടെ വിലയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് കനേഡിയൻസിന് ഇമിഗ്രൻസിന് ഇഷ്ടമല്ലാണ്ട് വരുന്നത്. ഇപ്പൊ ഒത്തിരി റേസിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ട്രൂഡോയുടെ വീഡിയോ തന്നെ എടുത്ത് അതിന്റെ കോമെന്റ്സ് വായിച്ചു നോക്കുക, ഒരൊറ്റ എണ്ണം പോലും പോസിറ്റീവ് അല്ല, എല്ലാം ട്രൂഡോയെ ചീത്ത വിളിക്കുന്നതാണ്. അപ്പോൾ
ശരിയാണ്, 500,000 വ്യൂ ഉണ്ട്. ഒരു കനേഡിയൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു വീഡിയോയിൽ 500,000 വ്യൂ ഉണ്ടെന്നുള്ളത് ഭയങ്കര വലിയ കാര്യമായിട്ടാണ് അവർ പറയുന്നത്. ബട്ട് 500,000 ഇസ് നത്തിങ് ടു ബി ഓണസ്റ്റ്. പക്ഷെ എന്നാലും അതിലെ കോമന്റ്സ് ആണ് എടുത്ത് നോക്കേണ്ടത്. ഇറ്റ്സ് ഓൾ അഗെയിൻസ്റ്റ് ദ ലിബറൽ ഗവൺമെന്റ്, അഗെയിൻസ്റ്റ് ട്രൂഡോ. ആൻഡ് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1 year മുന്നേ പറയുമായിരുന്നെങ്കിൽ ഐ തിങ്ക് എനിക്ക് പുള്ളിനോട് കുറച്ചും കൂടെ റെസ്പെക്ട് ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പൊ വന്ന് ഈ ഒരു ഇലക്ഷന് 1 വർഷം മുന്നേ വന്നിരുന്ന് പറയുമ്പോഴത്തേക്കും ഐ ഡോണ്ട് നോ, ലൈക്ക് എനിക്കത് ഫുള്ളി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിബറൽ വാല്യൂസ് ഉള്ള ഒരു പേഴ്സൺ ആണ് ഞാനൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണേ അല്ല. ഓക്കെ, പക്ഷേ ഞാൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴും ഇപ്പൊ ഞാൻ 2018 മുതൽ ഞാൻ ഇവിടെ ഇപ്പൊ ഈ സമയം വരെ വരുന്ന ഓരോ ചേഞ്ചസ് കാണുമ്പോഴും പതുക്കെ എന്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ നിൽക്കുന്ന കനേഡിയൻസിനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കനേഡിയൻസ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അവരുടെ ഭാഗത്തും കൂടി ചിന്തിക്കണം. അവരുടെ കൺട്രിയാണ്. ഓക്കെ, അവരുടെ കൺട്രിയിൽ അവർക്ക് വീട് വെക്കാൻ പറ്റുന്നില്ല, അവർക്കൊരു വീട് വാങ്ങാൻ പറ്റുന്നില്ല. ഒരു മാസത്തെ റെന്റ് കൊടുക്കണമെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1,200 ഒക്കെ ആയിരുന്നു ഒരു ബേസ്മെന്റ് യൂണിറ്റിന് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു ബേസ്മെന്റ് യൂണിറ്റിന് വാങ്ങിക്കുന്നത് 2,200 റുപ്പീസ് ആണ്, സോറി കനേഡിയൻ ഡോളേഴ്സ് ആണ്. അതിനനുസരിച്ച് ഇവരുടെ ആരുടെയും വേജ് കൂടുന്നില്ല. അപ്പോ ഈ ഉള്ള ഓരോരോ ഇഷ്യൂസ് കൊണ്ടാണ് കനേഡിയൻസും ഇതാവുന്നത്. ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഇമിഗ്രന്റ് ആണ്. ഓക്കെ, ഞാനിപ്പോ ഒരു കനേഡിയൻ ആണ്. അപ്പൊ എനിക്ക് രണ്ട് ഭാഗത്തുനിന്നും ചിന്തിക്കാൻ പറ്റും. പക്ഷെ അവരും നമ്മുടെ ഭാഗം ചിന്തിക്കണം എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അവരുടെ പോയിന്റ്സ് പറയുമ്പോൾ അവരെ റേസിസ്റ്റ് എന്ന് വിളിക്കുന്നതും വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം ബാക്കിയുള്ള ആൾക്കാരെ ഡിമീൻ ചെയ്യാണ്ടും പ്രോപ്പർ ആയിട്ട് അവരുടെ പോയിന്റ്സ് പറയുമ്പോഴത്തേക്കും നമ്മളും കേൾക്കാനുള്ള ഒരു ഇത് കാണിക്കണം. അല്ലാണ്ട് അവർ പറയുമ്പോൾ തന്നെ അവർ റേസിസ്റ്റ് എന്ന് വിളിക്കുന്നതിനോട് ഞാനും ഒട്ടും എഗ്രി ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൽ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് ആക്ടേഴ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ചില ഏജൻസീസിനെയും ബിഗ് കോർപ്പറേഷൻസിനെയും പിന്നെ ചില കോളേജസ് ഉണ്ടായിരുന്നു. ഇവിടെ കുറെ പ്രൈവറ്റ് കോളേജസ് ഉണ്ടായിരുന്നു. അവരെ ഡിപ്ലോമ മിൽസ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. വെറുതെ ആവശ്യമില്ലാത്ത ഡിപ്ലോമ കോഴ്സസ് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയാണ് ഇവർ ബാഡ് ആക്ടേഴ്സ് പിന്നെയും അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞത് ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ് കുറയ്ക്കണോണ്ട് തന്നെ ഇവിടുത്തെ റെന്റ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അഗ്രി ചെയ്യുന്നില്ല. ഇവിടുത്തെ റെന്റ് കൂടാനുള്ള കാരണം ജസ്റ്റ് ഡിമാൻഡ് മാത്രമല്ല, മോർഗേജ് എമൗണ്ട് കൂടിയത് കൊണ്ടാണ് ഇവിടുത്തെ റെന്റ് കൂടിയത്. കാരണം ഇപ്പൊ ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും അവരുടെ സ്വന്തം വീട്ടിൽ ബേസ്മെന്റിലേക്ക് മാറിയിട്ട് പൊക്കത്തെ പോർഷൻ റെന്റിന് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? പൊക്കത്തെ പോർഷന് ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്, എന്നിട്ട് അത് നല്ല വിലയ്ക്ക് കൊടുക്കുക. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക, സ്വന്തം വീട്ടിൽ അവർ ബേസ്മെന്റിൽ പോയി താമസിക്കണമെങ്കിൽ അത് അവരുടെ നിസ്സഹായാവസ്ഥയാണ്. അവർക്ക് അവരുടെ മോർഗേജ് പേ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. കാരണം 5 വർഷത്തെ അമോർട്ടൈസേഷൻ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ മോർഗേജ് റേറ്റ്സ് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് വരുന്നത് കൊണ്ട് മാത്രമാണ് റെന്റ് കൂടുന്നതെന്ന് പറയുന്നതിനോടും ഞാൻ അംഗീകരിക്കുന്നില്ല. ഓക്കെ, പിന്നെ അവരിപ്പോ ഇമിഗ്രേഷൻ 20% കുറച്ചതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതായത് 5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷത്തി സോറി എനിക്ക് 900 വരുമ്പോഴത്തേക്കും ഇത്തിരി പാടാണ് പറയാനായിട്ട്, സോറി കളിയാക്കരുത് ഗൈസ്. എനിക്ക് മലയാളം അറിയാം, പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല. അതുകൊണ്ടാണ്, നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നേ ഇല്ല. ഇറ്റ്സ് വെരി ബാഡ് ആൻഡ് ഐ ഷുഡ് ലേൺ ഹൗ ടു ഡു സേ ഇറ്റ് പ്രോപ്പർലി. 4 lakhs നിന്ന് 3,95,000 ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3,65,000 ആക്കി കുറച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് 3,40,000 ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും 20% ആയിട്ട് 2027 വരെ അവർ കുറയ്ക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണ്, PR വരാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോട് പറയാനത് +2 കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് കോഴ്സസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൽ എക്സ്പീരിയൻസ് വാങ്ങിക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കുക. ഹെൽത്ത് കെയർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ, ഈ 2 കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ +2 നിൽക്കുവാണ്, നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വരാൻ പോണെങ്കിൽ ബിസിനസ് ഡിപ്ലോമയൊന്നും ചെയ്യല്ലേ ഗൈസ്. ബിസിനസ് മാനേജ്മെന്റ് അങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോരുത്. ഹെൽത്ത് കെയർ ആൻഡ് കൺസ്ട്രക്ഷൻ, പ്ലംബിംഗ് ആണെങ്കിലും വെൽഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, കൺസ്ട്രക്ഷന്റെ അണ്ടറിലോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിന്റെ അണ്ടറിലോ മാത്രം ഇങ്ങോട്ട് മൂവ് ചെയ്യുക. കാരണം അത് മാത്രമാണ് നിങ്ങൾക്ക്
PR ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളൂ. ഓക്കെ, പിന്നെ അതിൽ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് കാനഡയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇവർ ഇമിഗ്രേഷൻ ചെയ്തതെന്ന്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കനേഡിയൻസിനും പിള്ളേര് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ആർക്കും ഇവിടെ അയ്യോ എനിക്ക് കൊച്ചുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കപ്പിൾസിനെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. അവർക്ക് അവരുടേത് എൻജോയ്മെന്റിന് ശേഷം അവർക്ക് കുട്ടികൾ വേണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അവർ കുട്ടികളെ ഉണ്ടാക്കാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവർക്ക് ഉള്ള കാര്യങ്ങളും ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്കറിയാം ഒരു അടുത്ത കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ, അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു കേപ്പബിലിറ്റി അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവർ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ചില കൺട്രീസിൽ ഒത്തിരി പോപ്പുലേഷൻ ബൂം ഉണ്ട്. ഓക്കെ, അവർക്ക് വലിയ പൈസയൊന്നുമില്ല, പക്ഷെ എന്നാലും പോപ്പുലേഷൻ ബൂം ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദോസ് പീപ്പിൾ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അത്രയ്ക്ക് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫോർകാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. അവർക്ക് എന്ത് പറ്റുന്നോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഫ്യൂച്ചർ എന്താണെന്നും ചിന്തിക്കാത്ത പല ആൾക്കാരും ഉണ്ട്. പക്ഷെ അതുപോലെയല്ല കനേഡിയൻസ്. അവർക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അതിനെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഈ എക്കണോമിക് ഇഷ്യൂസും പ്രോപ്പർ സോഷ്യൽ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ തന്നെ മതി പോപ്പുലേഷൻ ഗ്രോത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്ററായ ജസ്റ്റിൻ ട്രൂഡോ ആ 7 minutes വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ചില കാര്യങ്ങളോട് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങൾ ഞാൻ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കോമെന്റ്സിൽ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ചാओ.